ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ED ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. തുടർച്ചയായി 9 സമൻസുകൾ നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് EDക്ക് മുമ്പിൽ ഹാജരാവാതിരുന്ന അരവിന്ദ് കെജ്രിവാളിന് കോടതിയിൽ നിന്ന് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സംരക്ഷണമൊന്നും ലഭിച്ചിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരിക്കുന്നത്. മദ്യനയ അഴിമതിയിൽ ഗുരുതര അഴിമതി നടന്നു, ഗുരുതരമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നതാണ് CBIയുടെയും ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും കണ്ടെത്തലുകൾ. അതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന. നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് ED കടക്കുമെന്ന ചില സൂചനകൾ കൂടി ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, കഴിഞ്ഞ 9 സമൻസുകൾ ED നൽകിയിരുന്നു. എന്നാൽ ഈ 9 സമൻസുകൾക്ക് മുൻപിൽ ഹാജരാവാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ അറസ്റ്റിൽ നിന്ന് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി എന്നാൽ അത്തരം ഒരു പരിരക്ഷയും ഡൽഹി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തെങ്കിലും വിവരങ്ങൾ കടുത്ത നടപടികളിലേക്ക് ED കടക്കുന്നുണ്ടോ? എന്താണ് ഗൗതം ഏറ്റവും പുതിയ വിവരം? ഉമേഷ്, അറിയാൻ കഴിയുന്നത് 8 ED ഉദ്യോഗസ്ഥർ കെജ്രിവാളിന്റെ വസതിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കെജ്രിവാളിനെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ അത്തരം റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. 7 or 8 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്കകത്ത്, സിവിൽ ലൈനിലെ വസതിക്ക് അകത്തുള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ ഒരു സെർച്ച് അവിടെ നടക്കുന്നുണ്ട്. ചില പേപ്പറുകളും ഫയലുകളും മറ്റും ED ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുവെന്ന് അറിയാൻ കഴിയുന്നു. അതിനുശേഷം ഒരുപക്ഷെ ഡൽഹി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തേക്കാം. അതും കഴിഞ്ഞാകും അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കുന്നതായി ED പറയുന്നില്ല എങ്കിൽ പോലും ഈ രാത്രിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വലിയ പോലീസ് സന്നാഹവും ഈ മുഖ്യമന്ത്രിയുടെ വസതിക്ക് ചുറ്റുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് അറസ്റ്റിലേക്ക് ഉൾപ്പെടെ പോയി കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും 8 ED ഉദ്യോഗസ്ഥർ വൈകുന്നേരത്തോടുകൂടി കെജ്രിവാളിന്റെ സിവിൽ ലൈൻ വസതിയിലേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നും കോടതിയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. തനിക്കെതിരെയുള്ള ചോദ്യം ചെയ്യൽ നടപടികളിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തണം, അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ഇടപെടാൻ കോടതി തയ്യാറായില്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന ചോദ്യമാണ്, മറുചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതെല്ലാം വലിയ തിരിച്ചടി ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും മാറി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ കൂടി ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഉമേഷ്, ഗുരുതരമായ കണ്ടെത്തലുകൾ നേരത്തെ തന്നെ ED മാത്രമല്ല CBIയും കണ്ടെത്തിയിരുന്നു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ പുതിയ മദ്യനയ രൂപീകരണവുമായി സർക്കാർ മേഖലയിൽ നിന്ന് പൂർണ്ണമായും മദ്യവിതരണം സ്വകാര്യ കമ്പനികൾക്ക് നൽകുക, സ്വകാര്യ കച്ചവട സ്ഥാപനങ്ങൾക്ക് നൽകുക എന്ന നയരൂപീകരണത്തിന് പിന്നിൽ പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതം കേന്ദ്രീകരിച്ച് തെലുങ്കാന, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മദ്യവിതരണവുമായി മദ്യനിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ ഇടപെട്ടു. അവർ 100 കോടി രൂപ ആം ആദ്മിക്ക് അരവിന്ദ് കെജ്രിവാളിന് നൽകി. ഇതിൽ 1%, ഇതിലേതാണ്ട് നല്ലൊരു ശതമാനം തിരഞ്ഞെടുപ്പുകൾക്ക് വിനിയോഗിച്ചു എന്നിവയായിരുന്നു CBIയുടെയും EDയുടെയും ഒക്കെ കണ്ടെത്തലുകൾ. ഉമേഷ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഗുരുതരമായ കണ്ടെത്തലുകൾ ഈ ഒരു മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടത്തി. പ്രത്യേകിച്ച് കോടിക്കണക്കിന് രൂപ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു എന്നാണ് ഈ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ചില മരുന്ന് കമ്പനികൾക്ക് ഉൾപ്പെടെ ഈ മദ്യം വിൽക്കുന്നതിനുള്ള അനുമതി ഈ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് നൽകി എന്നതാണ് വളരെ ശ്രദ്ധേയമായത്. അതിൽ K കവിതയെ പോലെയുള്ള ആളുകൾ അതിന്റെ ഇടനിലക്കാരായി മാറിയെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ഭാരത് രാഷ്ട്ര സമിതിയുടെ നേതാവുമായിട്ടുള്ള K കവിതയെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലാണ് കവിതയുള്ളത്. ഇത് സ്വാഭാവികമായും സൂചിപ്പിക്കുന്നത് വലിയൊരു റാക്കറ്റ് ഈ എക്സൈസ് നയം തിരുത്തുന്നതിൽ, പ്രത്യേകിച്ച് ഡൽഹിയിലെ മദ്യവിൽപ്പന പൂർണ്ണമായി തന്നെ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നതിനായുള്ള ചില നീക്കങ്ങൾ ഈ ഒരു റാക്കറ്റിന്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ ഉയർന്നു വന്ന പേരുകൾ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ, അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയ, മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഒക്കെ അടങ്ങുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളുടെ എല്ലാം പേരുകൾ ഉണ്ടായിരുന്നു. K കവിതയെ പോലെയുള്ള ഭാരത് രാഷ്ട്ര സമിതി നേതാക്കളുടെ പേരുകൾ വന്നു. അങ്ങനെയാണ് ഇതൊരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുന്ന ഒരു വിവാദ വിഷയമായി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉൾപ്പെടെ പടർന്നു കയറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിൽ വലിയ ഭീഷണിയായി ഇപ്പോൾ ഈ ഡൽഹി മദ്യനയ അഴിമതി ഡൽഹി സർക്കാരിനെയും ആം ആദ്മി പാർട്ടിയെയും വരിഞ്ഞ്
മുറുകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഒരു മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തി ഇപ്പോൾ പരിശോധന ഉൾപ്പെടെ നടത്തുന്നത്. ഇഡി ഉദ്യോഗസ്ഥരുടെ പരിശോധന പുരോഗമിക്കുകയാണ്. ഗൗതം, എന്തായാലും സുപ്രധാനമായ ചില നീക്കങ്ങളിലേക്ക് ഒരുപക്ഷെങ്കിൽ വീട്ടിൽ ചോദ്യം ചെയ്യാം, അതിനുശേഷം കസ്റ്റഡിയിൽ എടുക്കാം, അങ്ങനെ ചില സാധ്യതകൾ കൂടി മുൻപിലുണ്ട്. ഒപ്പം സമൻസ് നൽകാൻ വേണ്ടി മാത്രമാണ് ഇ ഡി എത്തിയതെന്ന് ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? ഉമേഷ്, അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അതാണ്, അതായത് അറസ്റ്റോ അല്ലെങ്കിൽ അത്തരം നടപടികൾ ഉണ്ടാകും എന്ന രീതിയിൽ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് ഉൾപ്പെടെ തിരിച്ചടി അരവിന്ദ് കെജ്രിവാൾ നേരിടുന്ന ഘട്ടത്തിൽ ഇ ഡി എന്താകും അവിടെ ചെയ്യുക എന്ന ആകാംക്ഷയാണ് സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നിട്ടുള്ളത്. അല്ലാതെ മുഖ്യമന്ത്രിയെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് എന്ന വിശദീകരണമൊന്നും ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അത് കേവലം സെർച്ചാണ്, അതായത് പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അതും ഔദ്യോഗികമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയല്ല, മറിച്ച് അനൌദ്യോഗികമായി നൽകിയ ചില റിപ്പോർട്ടാണ്. ഇപ്പോഴും ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നോ ചോദ്യം ചെയ്യുമെന്നോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി ഒന്നും അറിയിച്ചിട്ടില്ല. അവർ ചില പരിശോധനകൾ നടത്തുന്നുവെന്നും സമൻസ് വീണ്ടും 10ാം തവണയും സമൻസ് നൽകുകയാണ് ലക്ഷ്യമെന്നുമാണ് നിലവിൽ ഇ ഡി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയിൽ ചില സുപ്രധാന നീക്കങ്ങളിലേക്ക് ഗൗതം ആം ആദ്മി കടക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അറസ്റ്റ് നടപടികളിലേക്ക് ഇ ഡി കടക്കാതിരിക്കാൻ ആം ആദ്മി സുപ്രീം കോടതിയെ ഈ വൈകിയ വേളയിൽ സമീപിക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെയും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളോടും അവരുടെ ITOയിലുള്ള പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തണം എന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ചില മുതിർന്ന നേതാക്കൾ എത്തുന്നുണ്ട്. ഇത് കൂടാതെ ITOയിലാണ് ആം ആദ്മി പാർട്ടി ആസ്ഥാനമുള്ളത്. അവിടേക്ക് കൂടി കുറച്ച് നേതാക്കൾ എത്തുക, അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും എത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇ ഡിയുടെ ഭാഗത്തു നിന്നും അറസ്റ്റോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെതിരെ വലിയ പ്രതിഷേധം അർദ്ധരാത്രിയിലാണെങ്കിലും നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടി ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. ഇപ്പോൾ ITOയിലേക്കും അതോടൊപ്പം തന്നെ ഈ സിവിൽ ലൈനിലുള്ള മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കും ധാരാളം AAP പ്രവർത്തകർ എത്തുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും കടുത്ത നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം AAPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ ഒരു ദേശീയ കക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ കൂടിയാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധ നീക്കം സ്വാഭാവികമായും AAP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും ഡൽഹി പോലീസിന്റെയും ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ സിവിൽ ലൈനിലെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്കും പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നൊരു നീക്കം കൂടി AAP നടത്തുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ്, ഗൗതം, ആം ആദ്മിയുടെ ചില പ്രതികരണങ്ങൾ, ആം ആദ്മിയുടെ ചില മുതിർന്ന നേതാക്കന്മാരുടെയും ഒപ്പം ഡൽഹി മന്ത്രിസഭയിലെ ചില മന്ത്രിമാരുടെയും ഒക്കെ പ്രതികരണങ്ങൾ വന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുത്താൽ അറസ്റ്റിലേക്ക് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇ ഡി കടക്കുന്നുണ്ട്, അതിൻ്റെ സൂചനകൾ ആം ആദ്മിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ്. ഉമേഷ്, നിലവിൽ ആ രീതിയിലുള്ള പ്രതികരണം അജീഷയെ പോലെയുള്ള ആം ആദ്മി മന്ത്രിമാരുൾപ്പെടെ ആ രീതിയിലുള്ള പ്രതികരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും BJPയും ശ്രമിക്കുന്നത് എന്ന വാദമാണ് ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയിലും അരവിന്ദ് കെജ്രിവാൾ ഇതേ വാദഗതികൾ മുന്നോട്ട് വെച്ചിരുന്നു എന്നത് ശ്രദ്ധേയമായിരുന്നു. ഇന്നിപ്പോൾ ED ഉദ്യോഗസ്ഥർ കെജ്രിവാളിന്റെ വസതിയിൽ എത്തുമ്പോഴും സ്വാഭാവികമായും ഈ രീതിയിലുള്ള പ്രതികരണമാണ് ആം ആദ്മി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ ആ പ്രചരണത്തിൽ നിന്നും AAPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനെ മാറ്റി നിർത്തുവാൻ അതിനുള്ള ശ്രമമാണ് ED നടത്തുന്നത് എന്ന ആരോപണം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നു. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. നേരത്തെ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള പല AAP നേതാക്കളും ജയിലിലേക്ക് പോയതിന്റെ അടിസ്ഥാനപരമായ കാരണം ചോദ്യം ചെയ്യലിൽ വലിയ തോതിലുള്ള മിസ്മാച്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ പറയുന്നില്ല, ഓരോ തവണ ചോദിക്കുമ്പോഴും പല ഉത്തരങ്ങൾ പറയുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള
പല AAP നേതാക്കളും സഞ്ജയ് സിംഗ് അടങ്ങുന്ന നേതാക്കൾ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും ആവർത്തിക്കും എന്നതാണ് AAPയും കെജ്രിവാളും അടങ്ങുന്ന സംഘം ഭയക്കുന്നത്. സ്വാഭാവികമായും ഈ 9 തവണ സമൻസ് അയച്ചിട്ടും ഇതിനോട് പ്രതികരിക്കാതെ അരവിന്ദ് കെജ്രിവാൾ മാറി നിൽക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അറസ്റ്റ് നടപടിക്ക് വിധേയനാക്കപ്പെടേണ്ടി വരും എന്ന കൃത്യമായ ധാരണ അരവിന്ദ് കെജ്രിവാളിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പലതവണ ചോദ്യം ചെയ്യലിൽ നിന്നും മാറി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ കോടതിയെ ഉൾപ്പെടെ സമീപിച്ചുകൊണ്ട് അടിയന്തരമായ ഇടപെടൽ കോടതിയിൽ നിന്നുണ്ടാകണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നതൊക്കെ ഇതിന്റെ ഈ സ്വാഭാവികമായ ഭയമാണ്. കാരണം ഈ ചോദ്യം ചെയ്യലിൽ എത്തുമ്പോൾ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും കെജ്രിവാൾ തുടർച്ചയായി മാറി നിൽക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. BJPയും രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദേശീയ നേതൃത്വം ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാൾ തുടർച്ചയായി സമൻസിനെ തള്ളിക്കളയുന്നതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്താണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എന്തിനു ഭയപ്പെടുന്നു എന്ന വിമർശനമാണ് BJPയുടെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിൽ കെജ്രിവാളിനെതിരെ ഉന്നയിക്കുന്നത്. യെസ് ഗൗതം, എന്തായാലും അപ്ഡേറ്റ്സുമായി ഉടനെ വീണ്ടും എത്തുക. എന്തായാലും ED കടുത്ത നടപടികളിലേക്ക് കടക്കുന്നുണ്ടെന്ന സൂചന തന്നെയാണ് ആം ആദ്മിയുടെ നേതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഗൗതം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ അപ്ഡേറ്റ്സുമായി തുടരുക. ഗൗതമിലേക്ക് ഈ വാർത്തയിലേക്കും ഒക്കെ മടങ്ങിയെത്താം.